ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡെസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്നുള്ളത്. അവരുടെ സിറ്റുവേഷൻ, ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ചേഞ്ച് വന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ആത്മീയമായി വളരുന്നു എന്നുള്ളൊരു സൂചന എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇപ്പോൾ താൻ വന്നതായ വഴി തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നതും. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റത്തെ ഈ ഒരു വ്യക്തി ഉൾക്കൊള്ളുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു റിയലൈസേഷൻ വന്ന സമയത്ത്, ആളുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ആശങ്കകളും ഭയങ്ങളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ മനസ്സില്ലാതെ പേടിയിലാണ്. സ്വന്തമായി തീർത്ത മാനസിക തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി സന്തോഷമില്ലാതെ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടാകാം. നിങ്ങളോടൊട്ടും മനസ്സ് തുറക്കാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സങ്കടമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് നേടാനായി ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സാഹചര്യത്തിലെല്ലാം പിടിച്ചു നിൽക്കണ്ടേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ശക്തി സംഭരിക്കുന്നതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഭയങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ആഴത്തിൽ ചിന്തിക്കാൻ ടൈം കണ്ടെത്തുന്നു. സ്വയം ആത്മപരിശോധന നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതും. ആൾക്ക് ജീവിതത്തിൽ എന്ത് വേണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത്. ഈ ഒരു വ്യക്തി ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. തൻ്റെ ഇഷ്ടങ്ങൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും ആ ഒരു വ്യക്തിക്ക് സമയം ആവശ്യമാണ്. കാര്യങ്ങളെ പല രീതിയിൽ കാണാൻ ശ്രമിക്കുകയാണ്. ഭാവിയിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ തനിച്ചായി ത്യാഗം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. എങ്കിലും ആൾ മാറുകയാണ്, പുതിയ ഒരാളായി മാറുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട സമയമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്.
ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ എല്ലാ അവസരങ്ങളും ചുറ്റിനുമുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരു വ്യക്തിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ സ്ട്രെങ്ത് നേടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചറിൻ്റെ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം സ്വയം ആത്മപരിശോധനയുടെ സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് തെറ്റേത് ശരിയേത് എന്നൊക്കെയുള്ള മനസ്സിലാക്കുന്ന ടൈം കൂടിയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി ഒഴിഞ്ഞു മാറി നടക്കുന്നത്, ഒരു സന്തോഷമില്ലാതെ. അതായത് ഒട്ടും മനസ്സ് തുറക്കാത്ത ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും.